അപ്പോൾ വിജയം എങ്ങനെ നേടാൻ കഴിയും? വലിയ വിജയങ്ങളൊക്കെ നേടിയിട്ടുള്ളത് പഠനങ്ങൾ പറയുന്നത് 3% ആൾക്കാർ മാത്രമേ ലോകത്ത് വിജയിക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ എങ്ങനെ ഈ 3%ത്തിൽ പെടാൻ കഴിയും? അതിനൊരു വഴി മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. ആ കഥയിലൂടെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും. വലിയ ഒരു കടൽ തീരത്ത് 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അതിനിടയിൽ ഒരു ബലൂൺ സെല്ലർ ബലൂൺ വിറ്റുകൊണ്ടേയിരിക്കുക. അവൻ്റെ കയ്യിൽ അതിമനോഹരമായ ബലൂണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവൻ്റെ ബലൂണുകൾ വിറ്റുപോകുന്നില്ല. അവൻ്റെ കുടുംബത്ത് പട്ടിണി മാത്രമാണ്. അങ്ങനെ ഇരിക്കെ അവൻ തൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. തൻ്റെ കയ്യിൽ ബലൂണുകളുണ്ട്. അതോടൊപ്പം താൻ നിൽക്കുന്ന സ്ഥലത്ത് 1000-കണക്കിന് കുട്ടികളുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് തൻ്റെ ബലൂണുകൾ വിൽക്കുന്നില്ല? അവൻ ആലോചിച്ചപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഞാനിവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയുന്നില്ല എന്നുള്ളതായിരുന്നു. അവൻ തൻ്റെ ജാക്കറ്റിൽ നിന്ന് വളരെ കളർഫുള്ളായ ബലൂൺസ് എടുത്തു. അവയിൽ ഹീലിയം നിറച്ചു. നിമിഷങ്ങൾക്കകം ഈ ബലൂണുകൾ ഉയർന്നു പൊങ്ങി. അപ്പോൾ അവിടെ നിന്നിരുന്ന കുട്ടികളെല്ലാം മാനത്തേക്ക് നോക്കിയപ്പോൾ വളരെ മനോഹരമായ ബലൂണുകൾ ആ ബീച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് ഉയർന്നു പൊങ്ങുകയാണ്. കുട്ടികൾ മാതാപിതാക്കളുമായി ആ ബലൂൺ സെല്ലറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവർ ബലൂണുകൾ വാങ്ങാൻ തുടങ്ങി. അവൻ്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു. ഈ ബിസിനസ് ഒരു ദിവസമല്ല, അടുത്ത ദിവസങ്ങളിൽ ഇവൻ ഈ സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോയി. താമസിയാതെ അവൻ ബലൂൺ കച്ചവടത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു. ഒരു ദിവസം ഒരു കുട്ടി വന്ന് ഇദ്ദേഹത്തിൻ്റെ ബലൂൺ സഞ്ചിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ബലൂൺ എടുക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ആ കുട്ടിയുടെ കൈകളിൽ പിടിച്ചു. എൻ്റെ അനുവാദമില്ലാതെ നീ എന്തിനാണ് ഈ ബലൂണുകൾ എടുക്കുന്നത്? അയാൾ ചോദിച്ചപ്പോൾ ആ കുട്ടി ഇത്ര മാത്രമാണ് പറഞ്ഞത്: നിങ്ങൾ ഉയർത്തിവിടുന്ന ബലൂണുകളെല്ലാം നല്ല മനോഹരമായ ഭംഗിയുള്ള നിറങ്ങളോട് കൂടിയതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കൂട്ടത്തിൽ കറുത്ത ബലൂണുകൾ ഉയർത്തിവിടാത്തത്? കുട്ടിയുടെ ചോദ്യത്തിൽ അദ്ദേഹം തെല്ലൊന്നമ്പരന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ഈ ബലൂണുകളുടെ നിറമല്ല, മറിച്ച് ഞാനിതിൽ നിറച്ച ഹീലിയമാണ് ഇത് ഉയർന്നു പോകുന്നതിന് കാരണമായത്. ആ കുട്ടിക്ക് ബലൂണുകൾ സമ്മാനിച്ച് അയാൾ പറഞ്ഞയച്ചു. ഈ കഥയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക. ഈ കഥയിൽ പറയുന്ന ആ കുട്ടിയുടെ അനുഭവം ഇന്ന് പലർക്കുമുണ്ട്. ജീവിതത്തിൽ എപ്പോഴാണ് ആ കഥാപാത്രം, ആ ബലൂൺ സെല്ലർ ആ കടൽ തീരത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? ആ ബലൂണുകൾ ഉയർന്നു പൊങ്ങിയപ്പോഴാണ്. അതാ നിറങ്ങൾ വെച്ചല്ല. അവിടെ കറുത്ത ബലൂണുകളാണ് ഉയർന്നു പൊങ്ങിയതെങ്കിലും ജനം കാണുമായിരുന്നു. അവിടെ ജനം ശ്രദ്ധിച്ചത് ഉയർന്നു പൊങ്ങിയപ്പോഴാണ്. ഈ ലോകത്ത് 700 കോടി ജനങ്ങളോളമുണ്ട്. ഇതിൽ ആരൊക്കെയാണോ ഉയർന്നു പൊങ്ങുന്നത് അവരെ മാത്രമേ ഈ ജനം തിരിച്ചറിയുന്നുള്ളൂ. ഗാന്ധിജി ഉയർന്നു പൊങ്ങി, നരേന്ദ്രമോദി ഉയർന്നു പൊങ്ങി, സക്കൻബർഗ് ഉയർന്നു പൊങ്ങി, രാഹുൽ ഗാന്ധി ഉയർന്നു പൊങ്ങി, ഇന്ദിരാഗാന്ധി ഉയർന്നു പൊങ്ങി. അങ്ങനെ ചരിത്രകാരന്മാരായ പലരും ഉയർന്നു പൊങ്ങി. ജാക്മ ഉയർന്നു പൊങ്ങി. അനേകം പേരുകൾ പറയാനുണ്ട്. ഉയർന്നു പൊങ്ങിയവരെ എല്ലാം ജനം കണ്ടു. അതായിരുന്നു, ആ ഉയർന്നു പൊങ്ങുമ്പം ജനം തിരിച്ചറിയപ്പെടും. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഉയർന്നു പൊങ്ങുവാൻ കഴിയണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം: ബലൂണുകളുടെ നിറം അതിലൊരു ഭാഗമായിരുന്നില്ല. നീ വൈകല്യമുള്ളവനാണെന്നോ, നീ ഉയരം കുറഞ്ഞവനാണെന്നോ, നീ ഒരു രോഗിയാണെന്നോ, നിന്റെ നിറമോ നിന്റെ വർണ്ണമോ നിന്റെ ജാതിയോ നിന്റെ സമ്പത്തോ ഒന്നും ഉയർന്നു പൊങ്ങുന്നതിനൊരു കാരണമല്ല. ഉയർന്നു പൊങ്ങുന്നതിനൊരു കാരണം മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിവാണ്. അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാനൊരു മനുഷ്യജീവിയാണ്. അതുകൊണ്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 700 കോടി ജനങ്ങളിൽ
3% ആൾക്കാരാണ് ജയിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ അതിനർത്ഥം അവരിൽ 3% ആൾക്കാർ മാത്രമേ അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ഉയർന്നു പൊങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തേ പറ്റൂ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ വിജയത്തിൽ ഏറ്റവും അനിവാര്യമായ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഓരോ വീഡിയോയുടെയും ലെങ്ത് വർദ്ധിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു കഥയും അതിൻ്റെ സാരവും മാത്രം പറയുന്നു. തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കുന്നതിനും അതിനുള്ള മാർഗങ്ങളും വ്യക്തമായി ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉറപ്പായും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. കഥകളിലൂടെ മാത്രം നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കാനും കഴിയും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഒരു ഭാഗമാവണമെന്നും അതോടൊപ്പം തന്നെ പുതുതായി ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും യഥാസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.